IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ 11 പേർ മരിച്ച സംഭവത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ 2 ഭാരവാഹികൾ രാജിവെച്ചു. ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി എ ശങ്കറും ട്രഷറർ ES ജയറാമുമാണ് രാജിവെച്ചത്. മുന്നൊരുക്കങ്ങളും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ വിജയാഘോഷം നടത്തിയിട്ടും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി കർണാടക സർക്കാർ തടിതപ്പി. വിവരങ്ങളുമായി AP സജിഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സജിഷ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പ്രതിയാക്കി FIR ഫയൽ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പേർ രാജിവെച്ചിരിക്കുന്നത്. എന്താണ് നമുക്കറിയാം, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന് വന്നിയ വലിയ പിഴവ് അത് ഉദ്യോഗസ്ഥരുടെ മേൽ, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയൊക്കെ മേൽ ചാരിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ. സജിഷ്, എന്താണ് വിവരങ്ങൾ? കർശന നടപടി ബാംഗ്ലൂർ ദുരന്തത്തിൽ കർശന നടപടി തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് 2 മുതിർന്ന ഭാരവാഹികൾ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. സെക്രട്ടറി ശങ്കറും ട്രഷറർ ജയറാമുമാണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. ഇവർ രാജിക്കത്ത് അല്പം മുമ്പ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റിന് കൈമാറി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇവരുടെ ഈ കുറ്റം, ഇവർക്ക് ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും FIR ചുമത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം RCBയുടെ ഭാരവാഹികളെ, ഒരു മാനേജ്മെന്റ് പ്രതിനിധിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെല്ലാത്തിനും ഉത്തരവാദി ആയിട്ടുള്ള സർക്കാർ, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയായിരുന്നു ഈ ഒരു വിജയാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇതിൽ വിധാൻസൗധയിൽ നടന്നിട്ടുള്ള സ്വീകരണത്തിൽ ഇവർക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. താരങ്ങൾക്ക് IPL കിരീടവുമായി വന്നിട്ടുള്ള വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ എത്തിയപ്പോൾ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെയും മറ്റ് അസോസിയേഷൻ്റെയും RCB മാനേജ്മെൻറ്റിൻ്റെയും മാത്രം തലയിൽ കെട്ടിവെച്ച് കർണാടക സർക്കാർ പതുക്കെ തലയൂരുന്ന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം കർണാടക മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഗോവിന്ദരാജുവിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. അതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ബാംഗ്ലൂർ പോലീസ് കമ്മീഷണർ ദയാനന്ദ് ഉൾപ്പെടെയുള്ള പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കർശന നടപടിയെടുത്തിരുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് 2 മുതിർന്ന ഭാരവാഹികൾ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. സിജു.